എടാ മോനെ, റെഡി ആയോ? വാ. ആണോ? ശരിക്കും സൂപ്പറാണോ? ഇത്രയൊക്കെ കേട്ടാ മതി. കൊള്ളാം കൊള്ളാം കൊള്ളാം. റെഡിയായോ? അല്ല, ഞങ്ങൾ അങ്ങനെ പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തുടങ്ങി കുറച്ച് കാലം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നേരിട്ട് കാണാം എന്നൊക്കെ തീരുമാനിച്ചതിന് ശേഷം കോഴിക്കോട് വന്ന് കണ്ട് സംസാരിച്ചു. കല്യാണം കഴിക്കണല്ലേ ഏറ്റവും വിഷമം. എൻ്റെ വീട്ടുകാരെ മാറി നിൽക്കാൻ. ഞാൻ ഓൾറെഡി വീട്ടിലല്ല നിൽക്കണത്. പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഇനി മുതൽ ഞാൻ എൻ്റെ വീട്ടിലേക്കല്ല വരിക, അല്ലെങ്കിൽ കൂടുതൽ സമയം ഞാൻ എൻ്റെ വീട്ടിലല്ല സ്പെൻഡ് ചെയ്യാന്നൊക്കെ ഉള്ളൊരു കാര്യം. എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ആളാണ്. ചെറുപ്പം തൊട്ടിട്ടേ ഞാൻ ഇപ്പം തന്നെ ഇമോഷണൽ ആകുമെന്ന് പേടി. ചെറുപ്പം തൊട്ടിട്ടേ അച്ഛനും അമ്മേനേക്കാൾ കൂടുതൽ ഞാൻ ഓളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിന്നിട്ടില്ല എല്ലാത്തിലും. സ്കൂളിലായിരിക്കുമ്പോഴും എപ്പോഴും എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ അമ്മ എന്നുള്ള ഒരു പോലത്തെ ഒരു ഫീലിങ്സ് അവളടുത്തുണ്ട്. എനിക്ക് എത്രയും ക്രൗഡിനിടയ്ക്ക് നിന്ന് താലിയൊക്കെ കിട്ടുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്രയും പേരെ എനിക്ക് ഒന്നാമത് സ്റ്റേജ് ഫ്രൈറ്റൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഈ സ്റ്റേജിൽ കയറി അങ്ങനെ ശീലമൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചു. ആ ഒരു മൊമെന്റ് എനിക്കാണെങ്കിൽ നെഞ്ചൊക്കെ വല്ലാണ്ട് ഇടിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ പിന്നെ താലി കിട്ടി കഴിഞ്ഞപ്പോഴേ ഓക്കെ ആയി. தீயாய் தீண்டுதடி நாள்தோறும் போராட்டமா